ഇന്ന് നമുക്ക് വേറൊരു സദാചാരത്തെക്കുറിച്ച് പറയാം. നമ്മുടെ വീട്ടിലെല്ലാം പൂർവികരുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവും കാലത്ത് 4:30 എഴുന്നേൽക്കണം എന്ന്. അതായത് ബ്രാഹ്മ്യ മുഹൂർത്തം എന്ന് പറയും, അല്ലെങ്കിൽ സരസ്വതി യാമം എന്ന് പറയും. ഒരു ദിവസത്തെ 8 യാമമാക്കി തിരിക്കാം. ഒരു യാമം എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 മണിക്കൂറാണ്. ആ ബ്രാഹ്മ്യ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതൊരു സദാചാരമാണ്. കാരണം അത് നമ്മൾക്കും നമ്മുടെ മനസ്സിനും സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും നന്മയേകുന്നതാണ്. കാരണം അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള ഒന്നാണ്. നമ്മുടെ 4:30 to 5:30 സമയത്ത്, 4 തുടങ്ങി 5:30 സമയത്ത് പ്രകൃതിയിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ശബ്ദ ഊർജം വളരെ ലിമിറ്റായിരിക്കും. ഓക്സിജൻ്റെ അളവ് മാക്സിമം ലെവലിൽ എത്തുന്ന ഒരവസ്ഥയുണ്ടാവും. കാർബൺ മോണോക്സൈഡും മീഥേൻ വാതകങ്ങളെല്ലാം മുകളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ സസ്യങ്ങൾ ഏകദേശം പ്രകൃതി നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരവസ്ഥയിൽ ഓക്സിജൻ്റെ സസ്യങ്ങൾ ലിബറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് നമ്മുടെ ഭൂമിയിൽ ഏകദേശം നല്ല ഡെൻസിറ്റിയിലിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ നമ്മുടെ ബ്രെയിനുണ്ട്, നമ്മുടെ സെക്കൻഡറായിട്ട് നമ്മുടെ മനസ്സിനുണ്ടാവും. കാരണം നമ്മുടെ ബ്രെയിൻ 6 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ റെസ്റ്റ് എടുത്താൽ അത് കഴിഞ്ഞാൽ ബ്രെയിൻ നല്ല എനർജറ്റിക്കാണ്. 6 മണിക്കൂറിൽ കൂടുതൽ ബ്രെയിൻ റെസ്റ്റ് എടുത്താൽ അത് ബ്രെയിനിന് നെഗറ്റീവ് ഇഫക്റ്റ് തരും. ആ നെഗറ്റീവ് ഇഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമുക്കറിയാം രാത്രി 10 മണിക്ക് തുടങ്ങി ഒരു 4:30 സമയമാകുമ്പോൾ 6 മണിക്കൂറിൻ്റെ അടുത്തെത്തും. ആ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്രെയിൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഫുൾ എനർജറ്റിക്കായിട്ട് ബ്രെയിനിന് കൂടുതലായിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ബ്രാഹ്മ്യ മുഹൂർത്തം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, കിഴക്കോട്ട് തിരിഞ്ഞ് പഠിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം തീർച്ചയായിട്ടും അതാണ് ശാസ്ത്രീയമായിട്ടുള്ളത്. അപ്പോൾ യുക്തിക്കും അതുപോലെ തന്നെ ശാസ്ത്രത്തിനും നിരക്കുന്നതാണ് സദാചാരമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അതാണ് ബ്രാഹ്മ്യ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ 4:30, 5:30 വരെയുള്ള മുഹൂർത്തത്തിനുള്ളിൽ നമ്മൾ എഴുന്നേറ്റാൽ നമ്മുടെ ബ്രെയിനിന് വളരെയധികമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഇഫക്റ്റ് കിട്ടാൻ സാധിക്കുന്നു. കാരണം ഫുൾ എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ ബ്രെയിനിനുണ്ടാവും. നേരെ മറിച്ച് 6 മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ബ്രെയിനിന് നെഗറ്റീവ് എനർജിക്കാണ് കൂടുതൽ സാധ്യത എന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് ബ്രാഹ്മ്യമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിൻ്റെ ഉദ്ദേശം. അതൊരു സദാചാരമായിട്ട് നമ്മൾ അംഗീകരിച്ചതിൻ്റെയും അർത്ഥം. നന്ദി, നമസ്കാരം.